നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ: let S be a non-empty subset of let S be a non-empty subset of non-empty subset of a vector space V. അപ്പോൾ എസ് എന്നത് വിയുടെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റാണ്. ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ്. The subspace spanned by S is defined to be the intersection W of all subspace of V which contains S. നമ്മുടെ ഡെഫിനിഷൻ എന്നത് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്നതാണ്. അതായത് എസ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റാണ് എങ്കിൽ ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ ദ ഇൻ്റർസെക്ഷൻ W ഓഫ് ഓൾ സബ്സ്പേസ് ഓഫ് V. വിയുടെ സബ്സ്പേസിൻ്റെ ഇൻ്റർസെക്ഷനാണ്. വിച്ച് കണ്ടെയ്ൻസ് എസ്. ഓക്കെ, അതായത് ഇപ്പോൾ എസ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഉണ്ട്. W1 W2 ഇങ്ങനെ പറയുന്ന കുറേ സബ്സ്പേസുകളുണ്ട്. വിയുടെ സബ്സ്പേസുകളാണ്. ആർ സബ്സ്പേസ് ഓഫ് വി. ഈ സബ്സ്പേസിലൊക്കെ ആരുണ്ട്? എസ് ഉണ്ട്. വിച്ച് കണ്ടെയ്ൻസ് എസ്. W1 W2 എക്സെട്ര WN എക്സെട്ര എന്നത് വിയുടെ ഒരു സബ്സ്പേസാണ്. ആ സബ്സ്പേസിലൊക്കെ ആരുണ്ടാവും? എസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ W എന്ന് ഡിഫൈൻ ചെയ്യുന്നത് W = ഇൻ്റർസെക്ഷൻ WI. അപ്പോൾ ഈ Wനെയാണ് എന്ത് പറയുന്നത്? സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ WIയിലും എന്തുണ്ടാവും? എസ് ഉണ്ടാവും. അവയുടെ ഇൻ്റർസെക്ഷനാണ് നമ്മൾ W. ആ Wനെയാണ് നമ്മൾ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് ഈസ് ഡിഫൈൻഡ് ടു ബി ദ ഇൻ്റർസെക്ഷൻ W of all subspace of V which contains S. അപ്പോൾ ഈ W ആവില്ലേ ഏറ്റവും ചെറിയ സബ്സ്പേസ്? എങ്ങനെ? എസ് ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസാണ് W. ഓക്കെ, ദസ് W is the smallest subspace. W is the smallest subspace of V which contains S. എസ് ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസാണ് W എന്നത്. അതാണ് എന്ത്? സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു നോട്ടാണ്. എസ് എന്നത് കുറച്ച് ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണ് വിചാരിക്കാം. എസ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ്. അതായത് S = α1 α2 എക്സെട്ര α. അങ്ങനെയാണെങ്കിൽ ഈ W എന്ന് പറയാം സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നതിന് പകരം W ഈസ് കോൾഡ് സബ്സ്പേസ് സ്പാൻഡ് ബൈ the vectors α1 α2 എക്സെട്ര αn. ഇപ്പോൾ എസ്സിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിനെ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നതിന് പകരം സബ്സ്പേസ് സ്പാൻഡ് ബൈ ദ വെക്റ്റേഴ്സ് α1 α2 എക്സെട്ര αn എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. വിയുടെ കുറച്ച് സബ്സ്പേസുകൾ എടുത്തു. ആ സബ്സ്പേസിലെല്ലാം എസ് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സബ്സ്പേസിൻ്റെ ഇൻ്റർസെക്ഷനെയാണ് എന്ത് പറയുന്നത്? സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നത്. അതായത് it is the smallest subspace that contains S. Okay,
അങ്ങനെയാണെങ്കിൽ അടുത്തൊരു തിയറം ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് തിയറം. ലെറ്റ് എസ് ബി എ non-empty subset of a vector space V. The subspace spanned by S is the set of all linear combinations of vectors in S. S എന്നതൊരു non-empty subset ആണ് of a vector space V. The subspace spanned by S is the set of all linear combinations of vectors in S. അതായത് subspace spanned by S എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? set of all linear combinations of vectors in S. ഓക്കെ, അപ്പോൾ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, പ്രൂഫ് നോക്കാം. പ്രൂഫ് subspace spanned by എസ്സും സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്സും സെയിം ആണെന്നാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ W എന്ന് പറഞ്ഞാൽ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്നെടുത്തു. സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ്. L എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടി വരിക? W ഈക്വൽ ടു L എന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് W is equal to L. അപ്പം നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് W is contained in L എന്നും അതേപോലെ L contained in W എന്നും പ്രൂവ് ചെയ്യണം. സോ ലെറ്റ് ആൽഫ ബിലോങ്സ് ടു L. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് L ഈസ് കണ്ടെയ്ൻഡ് ഇൻ W എന്നാണ്. ആൽഫ എന്നത് എല്ലിലുണ്ട്. L എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആൽഫ നമുക്ക് ഇങ്ങനെ എഴുതാം, C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് CN ആൽഫ n എന്ന് എഴുതാം. കാരണം ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ്. ഇവിടെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എവിടെ ഉണ്ടാവും? എസ്സിലുണ്ടാവും. അപ്പം എസ്സിലെ എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫനെ എഴുതാം. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിൽ എഴുതാന്നുള്ളത് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ n പ്ലസ് എക്സെട്ര പ്ലസ് CN ആൽഫ n എന്ന ഒരു ഫോമിൽ എഴുതുകയാണെങ്കിൽ നമ്മളതിനെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയും. അപ്പോൾ ആൽഫ എന്നത് എല്ലിലുണ്ട്. L പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ്. അപ്പോൾ എസ്സിലെ എലമെൻറ്റ്സുകളാണ് ആൽഫ 1 ആൽഫ 2 എക്സ്ട്രാ ആൽഫ n. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫനെ C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര CN ആൽഫ n എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനിയും ഈ C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സ്ട്രാ പ്ലസ് CN ആൽഫ n എവിടെ ഉണ്ടാവും? Wയിലുണ്ടാവും. കാരണം എന്താ? W എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് ആണ്. അതായത് W എന്നത് എസ് ഉൾപ്പെടുന്ന ഒരു സബ്സ്പേസ് ആണല്ലോ. അപ്പോൾ ഈ ആൽഫ ഐകളെല്ലാം എവിടെ ഉണ്ട്? എസ്സിലുണ്ട്. Wയിൽ എന്തുണ്ട്? എസ് ഉണ്ട് അല്ലേ? അപ്പോൾ W എന്നത് സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് ആയതുകൊണ്ട് നമുക്ക് ഈ ആൽഫ എവിടെ ഉണ്ടെന്നും പറയാം? Wയിലുണ്ട് എന്ന് പറയാം. ഓക്കെ, സോ ആൽഫ നമ്മൾ എവിടെ നിന്ന് എടുത്തു? എല്ലിൽ നിന്നെടുത്തു. നമുക്ക് എവിടെ ഉണ്ടെന്ന് കിട്ടി? Wയിലുണ്ടെന്ന് കിട്ടി. Therefore L is contained in W. This is number 1. Now നമുക്കിനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? തിരിച്ച് W is contained in L എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി now if alpha belongs to S, ആൽഫ എന്നത് എസ്സിലുള്ള ഒരു എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആൽഫ ഈക്വൽ ടു 1 ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. ശരിയല്ലേ? അതായത് എസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ആരെഴുതി? ആൽഫനെ എഴുതി. Therefore ആൽഫ ബിലോങ്സ് ടു L. റെഡി അല്ലേ? അതായത് ആൽഫ ഈക്വൽ ടു 1 ഇൻറ്റു ആൽഫ. ഈ ആൽഫ എന്നത് എസ്സിലുള്ള ഒരു എലമെൻ്റാണ്.
അപ്പോൾ എസ്സിലുള്ള എലമെൻറ്റിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട്, അതായത് C1 എന്നതിന് പകരം നമ്മൾ എന്ത് എഴുതി 1 എന്ന് എഴുതി. അപ്പോൾ ആൽഫനെ നമ്മൾ എസ്സിലെ എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി. സോ ആൽഫ ബിലോങ്സ് ടു എൽ. ഓക്കെ, therefore alpha belongs to S implies alpha belongs to L. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൽ എന്ന് പറയാം. ഓക്കെ, സിൻസ് എസ് ഈസ് നോൺ എംപ്റ്റി, എൽ ഈസ് ഓൾസോ നോൺ എംപ്റ്റി. അതായത് ആൽഫ എസ്സിലുണ്ട്, അതുകൊണ്ട് എസ് എന്നത് നോൺ എംപ്റ്റി ആണ്. സിൻസ് എസ് ഈസ് നോൺ എംപ്റ്റി ആൻഡ് എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൽ, സോ എൽ ഈസ് നോൺ എംപ്റ്റി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എൽ എന്നത് ഒരു സബ്സ്പേസ് ആണ് പ്രൂവ് ചെയ്യണം. എൽ എന്നത് ഒരു സബ്സ്പേസ് ആണ്. എങ്ങനത്തെ സബ്സ്പേസ് ആണ്? എൽ എന്നതിൽ ആരുണ്ട്? എസ് ഉണ്ട്. അപ്പം പ്രൂവ് ചെയ്യേണ്ടത് എൽ ഈസ് എ സബ്സ്പേസ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻസ് എസ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് we have to prove that L is a subspace of V. L is a subspace of V. ഇപ്പോൾ എല്ലൊരു സബ്സ്പേസ് ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ സബ്സ്പേസ് എന്താവണം? നോൺ എംപ്റ്റി ആവണം. അപ്പം നമ്മൾ നോൺ എംപ്റ്റി എന്ന് ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് വേണം? 2 എലമെൻറ്റ് എല്ലിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ലീനിയർ കോമ്പിനേഷൻ, അതായത് സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് എവിടെ ഉണ്ടെന്ന് പറയണം? നമ്മുടെ എല്ലിലുണ്ട് എന്ന് പറയണം. ലെറ്റ് ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു എൽ. അപ്പോൾ ആൽഫയും ബീറ്റയും എല്ലിലുള്ള ഒരു എലമെൻറ്റാണ്. ആൻഡ് സി ബിലോങ്സ് ടു എഫ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു എൽ എന്ന് പ്രൂവ് ചെയ്യണം. ആൽഫ എന്നത് എല്ലിലുണ്ടല്ലോ, അതായത് എൽ വന്ന ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എസ് ആണ്. അതുകൊണ്ട് ആൽഫനെ നമുക്ക് എസ്സിലെ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാം. C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് CM ആൽഫ M എന്ന് എഴുതി. വേർ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ M ബിലോങ്സ് ടു എസ്. അതുപോലെ തന്നെ ബീറ്റ എന്നതും എവിടെയുണ്ട്? എല്ലിലുണ്ട്. ബീറ്റ ബിലോങ്സ് ടു എൽ ഇംപ്ലൈസ് ബീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എസ്. ഇപ്പോൾ y1 ബീറ്റ 1 പ്ലസ് y2 ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് yn ബീറ്റ എന്ന് എഴുതി. ഇവിടെയൊക്കെ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര എവിടെ ഉള്ളതാണ്? എസ്സിലുള്ളതാണ്. ഓക്കെ, നൗ സി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു സി ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? സി ഇൻറ്റു C1 ആൽഫ 1 പ്ലസ്, വേണമെങ്കിൽ നമുക്ക് ഇവിടെ C1 പകരം x1 കൊടുക്കാം കേട്ടോ. നമുക്ക് x1 x2 ഒക്കെ കൊടുക്കാം. ഓക്കെ, ആൽഫനെ നമ്മൾ x1 ആൽഫ 1, അതായത് അവിടുത്തെ സ്കാലാസുകൾ നമ്മൾ x1 x2, കാരണം ഇവിടെ സി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം രണ്ടും ഒന്ന് C1 ഒന്ന് C ആകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ C ഇൻറ്റു x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് XM ആൽഫ M എന്ന് എഴുതി. C ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ y1 ബീറ്റ 1 പ്ലസ് y2 ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് yn ബീറ്റ എന്ന് എഴുതി. ഓക്കെ, അതായത് നമുക്ക് ആ സീനെ അവിടെ ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ CX1 ആൽഫ 1 അങ്ങനെ വരില്ലേ? അതായത് CX1 ആൽഫ 1 പ്ലസ് CX2 ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് CXM ആൽഫ M പ്ലസ് y1 ബീറ്റ 1 പ്ലസ് y2 ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് yn ബീറ്റ n. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ M, അതേപോലെ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എമ്മിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമ്മളപ്പോൾ ആരെഴുതി? സി ആൽഫ പ്ലസ് ബീറ്റനെ എഴുതി. കൂടാതെ ഈ എലമെൻറ്റുകളെല്ലാം എവിടെയുള്ള എലമെൻറ്റുകളാണ്? എസ്സിലുള്ള എലമെൻറ്റുകളാണ് താനും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു എൽ എന്ന് പറയാം. കാരണം സി ആൽഫ പ്ലസ് ബീറ്റനെ നമ്മൾ എസ്സിലെ എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ?
അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? Therefore L is a subspace of V. L is a subspace of V which contains S. ഓക്കെ. കൂടാതെ നമുക്ക് എന്തുണ്ട്? W എന്ന് പറഞ്ഞാൽ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് ആണ്. അപ്പോൾ W എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനേഷനിൽ ആദ്യം പറഞ്ഞു എന്തായിരുന്നു? ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻ എസ്. അപ്പോൾ W എന്നത് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ്. എങ്ങനെ? സ്മോളസ്റ്റ് സബ്സ്പേസ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻ എസ്. പക്ഷേ ഇപ്പോൾ നമുക്ക് എൽ എന്നതും എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? ഒരു സബ്സ്പേസ് ആണ്. അതിലാരുണ്ട്? എസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലും ഡബ്ല്യുവും തമ്മിലുള്ള റിലേഷൻ എന്താ? ഡബ്ല്യു ഏറ്റവും ചെറുതാണെന്നാണ് അല്ലേ? Therefore W is contained in L. This is number 2. From 1 and 2 എന്ത് പറയാം? 1 എന്തായിരുന്നു? 1 എന്ന് പറഞ്ഞാൽ L contained in W എന്നും 2 എന്ന് പറഞ്ഞാൽ W contained in L എന്നും കിട്ടി. Therefore W is equal to L. That means the subspace spanned by S is the set of all linear combinations of vectors in S. Okay, thank you.